വാ 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 ഐ നമ്മുടെ കാമലിയോണിനെ വിട്ടിട്ട് ഇപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ പരതി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, സാധനം കിട്ടിയില്ല. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, നമ്മളൊരു വീൽഡ് കാമലിയോണിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ നാളായി വാങ്ങിച്ചിട്ട് നമ്മൾ സെറ്റിലായതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. പിന്നെ മെല്ലെ മെല്ലെ വിട്ടുപോയി അങ്ങെത്തിപ്പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മാസം 9 മാസം ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ കാണാം, അതിൻ്റെ എൻക്ലോഷറും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ പ്രാവിൻ്റെ സെക്കൻഡ് ടൈം ഫീഡിങ്ങിൻ്റെ സമയം കാണുന്നുട്ടാ. എല്ലാവരും എന്താ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കൂടി ഒന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ 2 റീസൺ എന്താണെന്ന് പറയുക. ഒന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വേസ്റ്റ് ആക്കില്ല എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിക്കുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുക. രണ്ടാമതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണമൊക്കെ പുറത്ത് പോയി അതിന് ഫംഗസ് വന്ന് എന്നിട്ട് അത് കഴിച്ചിട്ട് പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും, അതുപോലെ തന്നെ പിന്നെ ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പ്രാവ് ഭക്ഷണം കൊടുക്കുമ്പോൾ വരാത്തതുണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. ഇതുണ്ട് മേലൊന്നും ഒരു പ്രാവും ഇല്ലണ്ടാ. അങ്ങനെ ഏതെങ്കിലും പ്രാവ് വരാത്തതുണ്ടെങ്കിൽ അന്നേരം നമ്മളതിനെ നോട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരാണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ, അപ്പോൾ എന്തെങ്കിലും അസുഖം വരാനുള്ള എന്താ പറയുക, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഭക്ഷണം എടുക്കാണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കൊയ്പ്പല്ലിൽ ഇരുന്നിട്ട് കടൽവള്ളി കഴിക്കുന്നുണ്ടാ. കടൽവള്ളി ഇപ്പോൾ കറക്റ്റ് സമയത്ത് കൊണ്ടുകൊടുക്കുക എന്നുള്ളത് നമ്മുടെ സബാഹിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. സബാ നമ്മുടെ പുതിയ സ്റ്റാഫ്, പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ചായി, നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് പെറ്റ് സ്റ്റേഷൻ്റെ. ഒരായി പറഞ്ഞേ ആ. അപ്പോൾ പിന്നെ വള്ളി കറക്റ്റ് സബാഹ് ഓരോ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഓടുമ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. പിന്നെ നോർമൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, പക്ഷേ വള്ളികൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നല്ല കാൽസ്യവും ഇതെല്ലാം കൂടിയതാണ്. അതുപോലെ നമ്മുടെ ടേർട്ടലിനും ടോട്ടോയ്സിനും ഒക്കെ കൊടുക്കും. പിന്നെ നമ്മളെ ആടിനൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പോവാം. നമ്മുടെ ഹംഗേറിയൻ ജെയിൻഡോസെല്ലാം അത്യാവശ്യം സൈസായി ബ്രീഡിങ്ങിനുള്ള സമയമായി കേട്ടോ. ജെയിൻഡോസിനെല്ലാം കുറേ ആയി കാണിച്ചിട്ടല്ലേ. നല്ല വലുപ്പമുള്ള പ്രാവുകൾ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള ബ്രീഡാണ്. പണ്ട് നമ്മുടെ അടുത്ത് വലിയ ഹെവി സൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇപ്പോഴത്തെ അത്ര പഴയത്ര സൈസ് തോന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ ഇപ്പോഴും നോക്കുന്നൊരു പ്രാവാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഫ്രിൽ ബാക്ക്. ഒരു 1 സൈഡ് മാത്രം ഷീൽഡുള്ളതാ. അതിൽ കുറേ ഏജായി പോയിട്ടാ. മുന്നേ പെറ്റ് സ്റ്റേഷൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളപ്പോഴേ ഉള്ള ബ്രീഡാണ് എൻ്റെ ഓർമ്മയിൽ. അത്രയും ഏജായി. അതുപോലെ നമ്മുടെ ഫാൻ ടൈൽസ് ഇന്ത്യൻ ഫാൻ ടൈൽസ് അല്ല, പണ്ട് നമ്മുടെ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ പ്രാവിനോട് ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രീഡിങ്ങിലൊന്നും കോൺസെൻട്രേഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ നമ്മളൊരു ആഗ്രഹത്തിന് അങ്ങനെ തന്നെ വളർത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് 2 ബ്രീഡുണ്ട്. ഇതിനകത്ത് ജാക്കോബിൻസും ഉണ്ട്, നമ്മുടെ ഓൾഡ് ടച്ച് കാപ്പച്ചിനും ഉണ്ട്. നല്ല രസമാണ്. ഈ ഹെയർ കുറഞ്ഞത് കപ്പച്ചിനും, ഹെയർ കൂടിയത് ഷേപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സൈസിലും ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ചില ആൾക്കാർ ഈ മുടി വീണിട്ട് കാണുമ്പോൾ വിസിറ്റേഴ്സിനൊന്നും പ്രാവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മുടി ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാവില്ല ഇന്ന ടൈപ്പാണ് പ്രാവുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മുടി കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. ഇത് 2 ബ്രീഡാണ് കേട്ടോ. പ്രാവിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയുണ്ടാവും, അല്ലാത്തവർക്കുള്ള ചെറിയ ഇൻഫർമേഷനാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പ്രാവിനിങ്ങനെ കാണിക്കുമ്പോൾ രസമാണ്. ഇങ്ങനെ കുറേ നാൾ കൂടി കാണിക്കുന്നു അല്ലേ. ഇത് ഗ്രേ ബാർലെസ് ലാഹോറിയാണേ. അത്യാവശ്യം നല്ല സൈസും ഷേപ്പും എല്ലാം ഉള്ള ബേർഡാണ്. ഇവിടെയെല്ലാം ഫുഡ് തിരിച്ച് കൊണ്ടുപോയിണ്ടാ. ഫുഡില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ഫുഡും മാറ്റും. അതും നല്ലോണം ഈവനിങ് നിൽക്കില്ല, കുറച്ച് മുന്നേ തന്നെ മാറ്റും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് ബാക്കി നിലത്ത് വീണ കുറച്ച് ധാന്യങ്ങളുണ്ടാവില്ലേ, ആ മണികളും പിറക്കി തിന്ന് ഫുള്ള് കാലിയാക്കി നിൽക്കും. പിറ്റേന്ന് നാളെ രാവിലെ ആകുമ്പോഴേക്ക് നല്ല ഒഴിഞ്ഞ വയറായിരിക്കും, വിശന്ന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ധാന്യങ്ങളും പ്രോപ്പറായിട്ട് കഴിക്കും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് കഴിക്കും. ഇപ്പോൾ അതിൻ്റെ കടല, പയർ, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം കഴിച്ചിട്ട്, അതുപോലെ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന പ്രാവുണ്ടെങ്കിൽ അവർ എന്താ പറയുക മറ്റേതിനെല്ലാം ഇടിച്ചിട്ട് അവർ മാത്രം കഴിക്കും. ഇതാവുമ്പോൾ വിശപ്പിൻ്റെ കാഠിന്യമായിരിക്കും. എന്ത് കിട്ടിയാലും മുന്നിൽ എന്താ കാണുന്നത് മൊത്തം തിന്നു തീർക്കും. അതുകൊണ്ട് ചെറിയ നമ്മുടെ മുത്താറി വരെ
കംപ്ലീറ്റ് കഴിക്കട്ടെ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ ഈ നമ്മൾ വിശന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഹെൽത്തിനും നല്ലതാണ്. പക്ഷേ നമ്മൾ വയറ് നിറച്ച ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ചില ജീവികൾക്ക് നമ്മൾ കൊടുക്കണം. പക്ഷേ പ്രാവിനൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖമൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡോമിനേറ്റ് ചെയ്യുന്ന പ്രാവുകൾ വെറുതെ കുറേ പിന്നെ പ്രോട്ടീൻ കൂടിയ ഭക്ഷണമെല്ലാം എടുത്ത് മറ്റേതിന് പ്രോട്ടീൻ കുറവായിരിക്കും കൂടുതൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇതാകുമ്പോൾ ഒന്നും പ്രശ്നമില്ല. അത് എണീറ്റ് വരുന്നേക്കാ. അതുപോലെ നമ്മൾ ബുഷ് ബേബി നല്ല അത്യാവശ്യം ടൈം ഇടാന്നേ, കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ്. മെൽക്കറോ മുത്തേ? ഓ ബേബി എന്താ നല്ല രസമാണ് ഇതിൻ്റെ സ്കിന്ന്. നമ്മുടെ എന്താ പറയുക, ബ്രിട്ടീഷ് ഷോർട്ടെയറില്ലേ പൂച്ച, അതിൻ്റെ പോലെയാണ് സ്കിന്ന്. തൊടുമ്പോൾ നമുക്ക് കൈയ്യെടുക്കാൻ തോന്നില്ല. ആദ്യം എങ്ങനെ അഗ്രസീവ് ഉണ്ടായിരുന്നല്ലേ, എല്ലാവർക്കും ഓർമ്മയില്ലേ? എന്താണ് എലി വേണോ? മേത്തേക്ക് കൂടി കയറാൻ തുളത്തിരിക്കും. രസമില്ലേ മൂങ്ങ ബേബി? മൂങ്ങൻ്റെ എല്ലാ ക്യാരക്ടറും ഉള്ളതുകൊണ്ട് നമ്മൾ മൂങ്ങാന്ന് വിളിക്കാമല്ലോ എല്ലാവരും. മൂങ്ങാന്ന് വിളിക്കുമ്പോൾ തന്നെ നോക്കട്ടാ, ഉറങ്ങുന്നിടത്തെല്ലാം എണീറ്റ് വരും. അവിടെ ഒരു എലിനെ തിന്നാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നോ, ഒന്ന് കൊടുത്തേക്കല്ലേ അജ്മലേ? ഒരു മൈസിനെടുക്കോ അവനൊന്ന് ട്രീറ്റ് കൊടുക്കാൻ. അതുപോലെ നമ്മുടെ സ്കങ്കിനെയും കാണിച്ചിട്ട് കുറച്ചായില്ലേ. സ്കങ്കൂട്ടാ, സ്കങ്ക് ബേബി ഇതാ. ഐഷ് ഏതാ രസം നോക്കിയേ. കുളിപ്പിക്കാനായില്ലേ? കുറച്ച് അഴുക്കായി, കുളിപ്പിക്കണം. ഇങ്ങനെ പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ട മുസറിൻ്റെ മുഖത്തേക്ക് അടിച്ചതാ, സ്റ്റിങ് ചെയ്തോ? സ്റ്റിങ് ബോംബാന്ന്. പക്ഷെ എന്താണ്, നല്ല പൊന്നു മോനാന്ന്. പക്ഷെ ഇതിന് ഉമ്മ കൊടുക്കാൻ കഴിയില്ല കേട്ടാ, മുഖെല്ലാം മണത്തിട്ട് നിൽക്കാൻ കഴിയില്ല മോനെ. ഒരു രക്ഷയില്ലാത്തതാണ്. നല്ല രസമാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് മുന്നിൽ ഇറക്കിയാലോ? ഇവർക്ക് കാണുന്നവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ വിടാലോ. കുറേ ആൾക്കാർ ആദ്യമായി കൂട്ടിലുള്ളപ്പോൾ ഇവനാരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, മലയണ്ണാന്നെല്ലാം കമൻറ്റ് പറയുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഇത് സ്കങ്ക്. ഓ ഓടുന്നുണ്ട്, അതാ രസമൊക്കെ. ഇന്ന് ക്യാമറാമാൻ മിസറേ പിന്നെ ഫുള്ള് ഫാൻസ് മാറിയിട്ടുണ്ട് കേട്ടാ. രാവിലെ നമ്മൾ ഇവരെല്ലാം പുറത്ത് വിടുന്ന സമയം കേട്ടോ. രാവിലെ എല്ലാവരെയും ജസ്റ്റ് ഇതേപോലെ ഓരോ ജീവികളായിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇങ്ങനെ വെളിയിൽ വിടും കേട്ടോ. അപ്പോൾ നല്ലോണം നടന്ന് കളിച്ച് അങ്ങനെ ഓരോ ഏരിയയിലായിട്ടാണ് വിടുന്നത്. തൊട്ടോ ശരിക്കും തൊട്ടോ, കുഴപ്പമൊന്നുമില്ല. തൊട്ട് കഴിഞ്ഞാൽ ആ മണം കയ്യിൽ കുറേ സമയം ഉണ്ടാവും കേട്ടോ. ഈ ഒരു മണം ഉണ്ടാവും. ആ മണടിച്ചപ്പോൾ തന്നെ ആൾ ഓടി. ബാടാ ഇങ്ങോട്ടാ, കടിക്കല്ല. ഇല്ലടാ ഐ കണ്ടാ, ഇതാണ് ഇവരെല്ലാം പ്രശ്നം. ഒന്ന് നമ്മൾ വിട്ടുകൊടുത്താൽ പിന്നെ ബാ ഐ കടിച്ച് ഷൂ കടിച്ച് ബാ എന്തെങ്ങനെ ഇനി എന്താക്കണമെന്ന് പറഞ്ഞാൽ മെല്ലെ അതിനെ സേഫാണെന്ന് തോന്നിയതിന് ശേഷം എടുക്കണം, അല്ലെങ്കിൽ പണിയാവും.
പിടിച്ചാൽ മതി, പ്രശ്നമില്ല. അങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് എൻ്റെ എടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫ്രീ ആവും കേട്ടോ. സാധാരണ ഇളക്കി കഴിഞ്ഞാൽ എപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കിടക്കും. അവിടെ കുറേ സമയം കിടന്നു കഴിഞ്ഞാൽ ഫ്രീ ആവും. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കെ സമ്മതിക്കും. ആ സമയത്ത് നമുക്ക് എടുക്കാം. അതുവരെ അവിടെ ഇരിക്കട്ടെ, സ്ട്രെസ് ചെയ്ത് എടുക്കണ്ട. ഇതാണ് അതിൻ്റെ പൊസിഷൻ. എപ്പോൾ ഇവിടെ തന്നെ ഇരിക്കും. നമ്മൾ വെബ് ബേസ് സ്റ്റോർ കാണിച്ചിട്ട് കുറേ കാലമായി അല്ലേ? കാണിച്ചേരേ. ഇതാണ് നമ്മുടെ വെബ് ബേസ് സ്റ്റോർ. പിള്ളേരെല്ലാം നമ്മൾ ഈ സ്റ്റൈലെല്ലാം ഒന്ന് മാറ്റി കേട്ടാ. കണ്ടാ, പിള്ളേരെ പറ്റിക്കുന്ന സ്ഥലം ഇതിനകത്ത് എത്തിയിട്ടാന്ന്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം നോർമൽ പ്രൈസും കാര്യങ്ങളെല്ലാം ആണ്. അങ്ങനെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. ഇങ്ങനത്തെ ഷോപ്പുകളിൽ അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ പൊതുവേ. പിന്നെ സോവനീർ സ്റ്റോറിലെല്ലാം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പ്രൈസ് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ എടുത്താൽ മതിയായി. നമ്മളിതിൻ്റെ കച്ചവടത്തിൻ്റെ പ്രൊമോഷനേ അല്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടാ. അങ്ങനെയുണ്ട്, ഫുള്ള് മാറ്റം വരുത്തി. അത് പിന്നെ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊന്നും നമ്മൾ കൈയടത്താത്ത മേഖലയാണ് കേട്ടോ. ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്. ഓക്കെ, പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലാന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ ക്യാമലിയോണൊക്കെ കാണണ്ടേ? നമ്മൾ ക്യാമലിയോൺ ഉള്ളത് ബോഡി ഇപ്പോഴും വെച്ചിട്ടേ മിത്രേ. അപ്പം നമ്മുടെ ക്യാമലിയോൺ ഇതാ. ഇവർക്ക് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടും കാര്യങ്ങളെല്ലാം അകത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ട് കേട്ടോ. ചില സമയത്ത് ഗ്രീൻ ആവും, ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി നല്ല ഒരു ബ്ലൂഷ് ആവും. പിന്നെ ഈ സ്ട്രെസ്സ് ഇതിനെല്ലാം അനുസരിച്ചിട്ടാണ് കളർ ചേഞ്ച് ഉണ്ടാവുക. വേംസ് തന്നെയാണ് കഴിക്കാട്ടോ കൂടുതൽ. അയ്യോ മീൽ വേംസ് ഉണ്ടാ. മീൽ വേം അല്ലേ, സൂപ്പർ വേം വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കാണാൻ നോക്കട്ടെ. ആ പ്ലേറ്റിൽ വെച്ചുകൊടുത്തോണ്ട് നോർമലി ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും. അതിന് വേണ്ട. അതിൻ്റെ കണ്ണ് കാണാൻ നല്ല രസം. ഞാനിപ്പോൾ പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം. അറിയില്ലേ? അറിഞ്ഞില്ലേ കണ്ണ് കണ്ണത്? ഞാൻ എടുത്തോളൂ. എടുക്കോ? മുട്ടി നോക്കിയിട്ട് വരെ വേണ്ടേ? പിന്നെ ഇതിൻ്റെ കാലെല്ലാം കാണാൻ നല്ല രസമാണ്. ഞാൻ പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം. പുറത്തേക്ക് പോകല്ലേ? പുറത്തേക്ക് പോകും. ഇപ്പോൾ ഈ കളർ കണ്ടില്ലേ? കളറുണ്ടേ. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളർ നോക്കണേ. കളർ മാറ്റം. കാലിനെന്ത് പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഓക്കെ. അതുപോലെ ഇതിൻ്റെ കണ്ണും എല്ലാം നല്ല രസമാണ്. നല്ല സൂം ചെയ്ത് കാണിക്കണം ഇതേ. ബാ, നമ്മളധികം ഇങ്ങനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി കുറച്ച് സമയം പുറത്തിങ്ങനെ വെക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെന്താ പറയുക, വേഗം വീക്കാവും ഇവർ. അതുപോലെ നമ്മൾ പിന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കാൽസ്യം പൗഡറിൽ മിക്സ് ചെയ്തിട്ടാണ് വേംസ് കൊടുക്കുക. അതുപോലെ ഇത് കണ്ണ് നോക്കണേ. കണ്ണ് നോക്കിയേ. ആ കണ്ണ് മൊത്തമായിട്ടാണ് ഇങ്ങനെ നീങ്ങാം. കണ്ടേ? കണ്ടാ? ഭയങ്കര രസമാണ് കാണാം. കണ്ടാ? ഫുള്ളിങ്ങനെ 360 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. അതുപോലെ കാലുണ്ടാ. കാല് അള്ളിപ്പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ചില്ലകളിൽ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി പറ്റും. ബാക്കിൽ 2 ചെറിയ വിരൽ പോലെ ഇതുണ്ടാ ഇങ്ങനെ ഉണ്ടാവും. ഫ്രണ്ടിൽ വിരൽ പോലെയല്ല ഉണ്ടാവുക. പിന്നെ നമ്മളെല്ലാ വിരലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലേ, അതേപോലെ. ഞാൻ ജസ്റ്റ് ഇത് നടക്കുന്ന കാണിച്ചാൽ ഇതിൻ്റെ മേലെ കയറ്റാലോ. നമ്മൾ ബോഗൺവില്ലിൻ്റെ മേലെ കയറ്റാലോ. ഉണ്ടാ. ഇപ്പം നോക്കിയാൽ ആ കളറിങ്ങനെ ചെറിയ രീതിയിൽ മാറും.
ആ കണ്ണ് മാത്രം കാണിച്ചു തരാം. കണ്ണ് നല്ലോണം ഒന്ന് ഫോക്കസ് ചെയ്തേ. അതുപോലെ ഇവർ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മളിപ്പോൾ പിന്നെ അതിൻ്റെ ഇലൻ്റെ മേലെയൊക്കെ നമ്മൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ആ ഇലൻ്റെ മേലുള്ള വെള്ളമാണ് ഇവർ കുടിക്കുക. അല്ലാണ്ട് പാത്രത്തിൽ തലയിട്ട് വെള്ളം കുടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇവർ പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് മറ്റേ ഇലൻ്റെ മേലെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന വെള്ളമാണ് ഇവർ കുടിക്കുക മീൻസ് ആ ഇല ചെറുതായിട്ട് കടിക്കും, അപ്പോൾ വെള്ളം അകത്തേക്ക് പോകും. അങ്ങനെയാണ് ഇവർ വെള്ളം കുടിക്കുക. അതുപോലെയൊക്കെ തരാം. ഇതാ ഈ മരം പിടിച്ചിട്ടാണ് ചോദിക്കുക. ഇതാ പിടിച്ചിട്ടുണ്ടാ, ഇങ്ങനെ അള്ളി പിടിക്കുന്നൊരു വേറെ സ്റ്റൈലാണ്. കണ്ടാ ആ ഫ്രണ്ടിൽ കാലം അത് പിടിക്കുന്നു. അതാ കണ്ടാ, ശരിക്കും കാണാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ. സൂം ചെയ്ത് ഫുള്ള് കൊളായി തോന്നും. ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ആയില്ലേ നേരത്തെ കണ്ടതിനേക്കാളും. കുറച്ച് സമയം അധികം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചേഞ്ച് ആവും. അതേപോലെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഭക്ഷണം മെയിനായിട്ട് കഴിക്കുന്നത് ഈ റോച്ചസ്, അതുപോലെ ചെറിയ പ്രാണികൾ, പിന്നെ നമ്മുടെ മീൽ വേംസ്, സൂപ്പർ വേംസ് എല്ലാം കഴിക്കും കേട്ടോ. ഈ പുഴുക്കൾ തന്നെയാണ് മെയിനായിട്ടുള്ള ഭക്ഷണം. പിന്നെ ഈ കൂറ, ഈ പോലെ ചെറിയ പാറ്റകളെല്ലാം കഴിക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ നാവിട്ടിട്ടാണ് ഇവർ ഫുഡ് പിടിക്കുക. ഇവർ നമ്മളെ ഗുഹൻ്റെ അകത്താണ് താമസം. അതേപോലെ നമ്മൾ രാവിലെ ഏകദേശം ഒരു 10 മണി മുതൽ ഒരു 12 മണി വരെയെല്ലാം നമ്മൾ ഈ ഓപ്പൺ ഇതിൽ വെക്കും. എന്ന് പറഞ്ഞാൽ വെയിൽ നല്ല UV ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അവർ പിന്നെ നല്ല ഡൈജഷനെല്ലാം കറക്റ്റായിട്ട് നടക്കും. ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടേ, മിസ്സായി പോകുന്നറിയില്ല. ഓക്കെ, കയറിപ്പോട്ടെ. ഇങ്ങനത്തെ കുറേ എണ്ണം വെക്കണം. പക്ഷേ ഈ ക്യാമലിയോൺ ശരിക്കും ഒരു കേജിൽ, ഒരു എൻക്ലോഷറിൽ ഓരോന്നായിട്ടേ വളർത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ദുബായിലൊക്കെ പോയപ്പോൾ ഒരു എൻക്ലോഷറിൽ തന്നെ കുറേ എണ്ണത്തിന് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില വിഭാഗമായിരിക്കും, ചിലപ്പോൾ ഒരുമിച്ച് ഇട്ട് ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ അല്ലേ. നമ്മളെ പിന്നെ മഴ വന്ന് പിന്നെ ബോഗൺവില്ലേൻ്റെ പൂവൊക്കെ പോയി കേട്ടോ. പക്ഷേ ഇല നല്ല ഉഷാറായി വരുന്നുണ്ട്. അതിന് അടുത്ത സീസണിൽ പൊള്ളിയാവും. അപ്പോൾ അതേപോലെ നമ്മൾ നല്ല രീതിയിൽ ചെറിയ മിനുക്ക് പണികൾ ഇതിൻ്റെ മേലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ ക്രീപ്പേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വന്ന് ശരിക്കും പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു നല്ല ഒറിജിനാലിറ്റി ഇല്ലേ കാണുമ്പോൾ. ഇപ്പോൾ ഈ റോക്കും ക്രീപ്പറെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇവിടെ എല്ലാം കയറി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം വരും കേട്ടോ. ഇതെന്താ എല്ലാം കയറി വരുമ്പോഴേക്ക് ഒരു പക്ക നാച്ചുറൽ ഫീൽ വരാൻ തുടങ്ങി. അതുപോലെ പിന്നെ കമൻറ്റിൽ വന്ന വേറൊരു സംഭവം, ഈ കോയിഫിഷ്യൻ്റെ ബ്രീഡിങ് എന്തായിരുന്നുള്ളത്. കോയിഫിഷ്യൻ്റെ ബ്രീഡിങ്ങിന് നമ്മൾ മാറ്റിയിട്ട് അത് നമുക്ക് സക്സസ് ആയിട്ടില്ല കേട്ടോ. നമ്മൾ എഗ്ഗ് പിന്നെ പ്രസ് ചെയ്തെടുക്കാനൊക്കെ നോക്കി, പക്ഷേ അതിനകത്ത് നടന്നിട്ടില്ല. ഓക്കെ, അത് ഫെയിലാണ്. പിന്നെ നമ്മളൊരു കോയിഫിഷ്യൻ്റ് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട് കേട്ടോ. ആകെ സ്ലിമ്മായി പോയി, ആ ഷേപ്പൊക്കെ മാറിപ്പോയി. ഇതുണ്ടായി വലിയ ഇവൻ വേണ്ട. എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ടാങ്കിലേക്ക് ഇട്ടാന്ന് പുറത്ത്. ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ മേലെല്ലാം വരുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ടാങ്കിലേക്ക് ഇറങ്ങും. ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട്. എന്നാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ഫിൽട്ടർ തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ അകത്തും നമ്മളെ മെയിൻ കോയിഫിഷ്യൻ്റെ ടാങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽട്രേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ് വെള്ളം. ഓക്കെ, വേറെ എന്തോ ഒരു കാര്യം കൂടി പറയാൻ പോയില്ല. പിന്നെ നമ്മളൊരു സാധനം വിട്ടുപോയത്, നമ്മളെ മൈസിന്, നമ്മളെ എന്താ പറയുക, മൂങ്ങക്ക് മൈസിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് മിസ്സായിപ്പോയി. അത് നമുക്ക് കൊടുക്കാം. അതുപോലെ സ്കങ്ക് ഓടി കളിക്കുന്നുണ്ട്, നമുക്ക് കയറ്റിക്കോളാം, കുഴപ്പമില്ല. വാ മൂങ്ങ കുട്ട, വാ ബേബി. ഉണ്ടാ മൂങ്ങാന്ന് വിളിക്കുമ്പോൾ അറിയാം. ഐഷ് വാ. ഇങ്ങോട്ടോ ക്യാമറ ഉള്ളിൽ പിടിച്ചു. അപ്പോൾ വാ വാ. എണീറ്റിക്കുന്നതാണ്. ഇതാടാ ഐഷ് ഏതാന്നല്ലേ. വാ അങ്ങോട്ട് വിളിച്ചാലോ. വാ എടുത്തോ.
വരെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മൈസ് കൊടുക്കുമ്പോൾ വലിയ ഗുണമെന്ന് അറിയോ, ഇവർക്ക് കാൽസ്യം ഈസി ആയിട്ട് കിട്ടും. എന്നാൽ എല്ലാം ഇടയ്ക്ക് ഇവർ കഴിച്ചോളും. അപ്പോൾ ഡെയിലി ഒരെണ്ണം എന്തായാലും കൊടുക്കും. ബാക്കി പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കും കേട്ടോ. പിന്നെ ചിക്കൻ കഴിക്കും, എഗ്ഗ് കഴിക്കും. പക്ഷേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ ഇഷ്ടം. കണ്ടാ പാവല്ലേ. ഓക്കെ, അതേപോലെ നമ്മളൊരു സിംഗിൾ നോർവിച്ച് മെയിൽ ഇട്ടിട്ടുണ്ടാ, ബോൾ ചെയ്ത് നിൽക്കുന്നുണ്ടാ. ബാ 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 ബട ബട. ഇതാണ് നോർവിച്ച് ക്രോപ്പർ. നല്ല നല്ല രസമാണ് കാണാൻ, ഇതിൻ്റെ ആക്ഷൻസ് എല്ലാം കാണാൻ നല്ല രസമാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായ ഒരു കുട്ടിയാണ് കേട്ടോ. ബട ബാ 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 ബാ. ആ, അത് ബലൂൺ പോലെ വീർപ്പിച്ച് നിൽക്കുന്നതാണ്. അതാവും ചെയ്യും. നോർമലി ഫുഡൊക്കെ എടുക്കുമ്പോൾ അത് ഒഴുകും. അതുപോലെ രാത്രി കാലത്തെല്ലാം അത് പെർഫോം ചെയ്യൂല. നോർമൽ പ്രാവെല്ലാം ഉണ്ടാവുക. ഓക്കേ, ഇത് നമ്മുടെ ഫുഡുകൾ. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ ഫുഡ് കാണിക്കാൻ വന്നതറിയോ, ഈ ഫുഡ് കാണിക്കാനാണ്. ഇതറിയോ, ഇത് കോയി ഫിഷിൻ്റെ ഫീഡാണ്. ഇത് നമ്മുടെ US-ലുള്ള ഒരു സബ്സ്ക്രൈബർ കൊണ്ടു തന്ന കേട്ടോ. കഴിഞ്ഞ ആഴ്ച മൂപ്പര് വന്ന് ഫാമിലിയായിട്ട് വന്ന് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ എല്ലാ വർഷവും വരുത്തുന്നുണ്ട്. ഇപ്രാവശ്യം എന്നെ കണ്ടത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരു കോയി ഫിഷിൻ്റെ ഫുഡ്. ഇത് നല്ല എക്സ്പെൻസീവ് ഫുഡാന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കോയി ഫിഷിന് കൊടുത്തു നോക്കാം. നല്ല ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം തന്നെ കൊടുത്തു നോക്കിയാലോ. അതും കൂടി കൊടുത്തിട്ട് അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ബാക്കിയിലെ ജീവികളെല്ലാം ഫുഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ നമ്മുടെ മെക്കാവിൻ്റെ, കൊക്കറ്റുവിൻ്റെ, ഗ്രേ പാരറ്റിൻ്റെ, അതുപോലെ ടൈഗറിൻ്റെ അല്ല കേട്ടോ, അത് പീജൻ ഫുഡ്. പിന്നെ എന്താ പറയുക, മിക്സ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ പിന്നെ റോയൽ കാനിൻ്റെ ക്യാറ്റിൻ്റെത്, ഡോഗിൻ്റെത്, ഇതൊക്കെ എല്ലാം അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. നല്ല എന്താ പറയുക, പിന്നെ എല്ലാ പാക്കറ്റ് ഫുഡും നല്ല എന്താ പറയുക, നല്ല ബ്രാൻഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ഓരോ ബോക്സും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തേക്ക് മാറ്റി 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 വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഓർഡറും കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ്. എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന കേട്ടോ ഈ സംഭവമൊക്കെ. അതുകൊണ്ട് പിന്നെ ഒന്നിനൊരു എന്താ പറയുക, തീർന്നു പോവുക എനിക്ക് അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം കറക്റ്റ് അളവിൽ നമ്മളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോയി ഫിഷിനും എല്ലാം ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാമല്ലോ, ഇഷ്ടപ്പെടുമോ നോക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ഫീഡ് പൊളിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് അറിയോ, നമ്മുടെ മൂപ്പര് ഈ വീഡിയോ കാണുന്ന എല്ലാ വീഡിയോയും കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് പിന്നെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്, അവർ മീനുകൾ കഴിക്കുന്നത് കാണിക്കാമല്ലോ. അവരുടെ അടുത്ത് മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവർ അവിടെ കോയി ഫിഷിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ കൊടുത്തതിൽ ഏറ്റവും നല്ല ഫീഡാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. കഴിച്ചിന് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചിന് കേട്ടോ, ഒറ്റ തരി ബാക്കിയില്ല. ഓക്കെ, സെറ്റ്. അപ്പോൾ പിന്നെ മൂപ്പരെ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല കേട്ടോ. ഞാൻ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിന്, പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മിസ്സായിപ്പോയി. എന്തായാലും താങ്ക് യു. അവർ കോട്ടയത്ത് നിന്നാണ് വന്നത് കേട്ടോ. കോട്ടയത്ത് നിന്ന് വന്നവരാണ് നമുക്ക് ഫീഡ് കൊണ്ടു തന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളി, എന്തായിരിക്കും ഇഷ്ടപ്പെട്ടിന് കേട്ടോ. എന്നാൽ മോനെ കുറച്ച് കൊടുത്തോ, കൈ കാണിക്ക്, കൈ മുക്കണ്ട, കൊടുത്തോ. കൊടുത്തോ, അവിടെ കൊടുത്തോ, വരൂ. ആ ഓക്കെ. ഭയങ്കര മണം കേട്ടോ. ഉണക്കിയ മീൻ മണക്കുന്നു, ഉണക്കിയ മീൻ. ചേച്ചി ഇതപ്പുറം കൊണ്ടുവച്ചോ, നമ്മളെ ബോക്സിലിട്ട് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. നമ്മുടെ കാമലിയോണിനെ വിട്ടിട്ട് ഇപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ പരന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. സാധനം കിട്ടിയില്ല.
ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, കളർ മാറി സംഭവം ശരിയായ ഇതിൻ്റെ കളർ എന്തോ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 ആൾ, ഞാനും മിസറും അഗസ്റ്റേട്ടനും ഫുള്ളായിട്ട് അരിച്ച് പുറക്കി, ഒരു രക്ഷയില്ല, സാധനത്തിന് കാണാനില്ല. ഒന്ന് ക്യാമറ ഇങ്ങനെ അടുത്തോണ്ടിട്ട് വെറുതെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും കാണുമെന്ന് അറിയില്ല, ഒന്ന് മൊത്തത്തിലുള്ളെല്ലാം കാണുന്ന വിധത്തിൽ ഒരു വീഡിയോ എടുത്തേ. അയ്യോ ഒരു രക്ഷയില്ലട്ടാ. എന്നാൽ കളർ ചേഞ്ച് ആകുന്നാലും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ലേ. കാരണം ഇപ്പോൾ ഈ ഇതിൻ്റെ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരട്ടാ, അത്രയും ഡിഫറൻസ് ഉണ്ടാകുന്ന. നമ്മൾ കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് ഏകദേശം എനിക്കൊന്ന് ഒരു 10-20 മിനിറ്റായി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ. അത് നമ്മളെന്താക്കിയെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറ്റിയിട്ട്, സാധാരണ ഈ ചെറിയ മരത്തിലാണ് നമ്മൾ, ഒരു ചെറിയ മരമുണ്ട്, ആ മരത്തിലാണ് നമ്മൾ ഈ വെയിലൊള്ളിക്കാനൊക്കെ ഇവിടെ കൊണ്ടേക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ വലിയ മരത്തിലേക്ക് കയറ്റിയത്. അത് നമുക്ക് വന്ന അബദ്ധമായിപ്പോയി. പക്ഷേ എടി പോകുന്നില്ല. പക്ഷേ ഓനെ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, രാത്രിയായിട്ട് ഇടായിട്ട് എന്തെങ്കിലും ആക്രമം വന്നെങ്കിലോ. പക്ഷേ വൻ പണിയായിപ്പോയി. കാണുന്നുണ്ടോ ആരെങ്കിലും വീഡിയോയിൽ കാണുന്നുണ്ടോ നോക്കി? നമ്മുടെ വീഡിയോയിൽ ആരെങ്കിലും കണ്ടെങ്കിൽ പിന്നെ കമൻറ്റാണ്, നമുക്ക് ആ വീഡിയോ എടുത്ത് നോക്കാമല്ലോ. മിസറ നീ ക്യാമറയിലും കൂടി ഒന്ന് നോക്കിക്കോട്ടെ, ക്യാമറയിൽ ചിലപ്പോൾ പെട്ടെന്ന് കാണും, നമ്മൾ നേരെ കണ്ണിൽ കാണുന്നതിനേക്കാളും. എന്നാലും 8ൻ്റെ പണി എന്നെല്ലാം പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ അപ്പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോയിൽ എടുത്തിട്ട് വന്നാൽ ഇവിടെ അഗസ്റ്റേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു, പുറത്തിറങ്ങി ചാടിപ്പോകുന്നില്ലെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനം മിസ്സിങ്ങാണ്. മിസ്സിങ് അല്ല, ഇതിൻ്റെ അത് ഉണ്ട്, എവിടെയോ ഉണ്ട്. പണി വരുന്ന വഴികളുണ്ടാ അട്ടാക്കിയാ വലിയ വീഡിയോ നമുക്ക് ബാക്കി എടുത്തതിന് ശേഷം കാണിക്കാം. നമ്മൾ തപ്പുന്ന കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ മറ്റേ അജ്മൽ വന്നിട്ട് പറഞ്ഞെങ്കിൽ എന്താ നോക്കുന്നത്, ക്യാമലിയോണ്ണ ഓനെടുത്തോണ്ട് പോയിട്ട് കൂട്ടിലാക്കിയാണ് കേട്ടോ ഗ്യാപ്പിൽ ആളിതാ. എന്നാലും നമ്മളൊന്ന് വെള്ളം കുടിപ്പിച്ചട്ടാ, ഒരു രക്ഷയില്ല. അമ്മ അതിന് നോട്ടം നോക്കിയത്, ലാസ്റ്റ് എങ്ങനെ ഇത് കിട്ടുന്നില്ല, ഇതെന്താ പറ്റിയമ്മോ. അങ്ങനെ നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നിട്ട് എടുത്ത് തന്നെ ആക്കി, വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് തന്നെ കൊണ്ടുവച്ച്. എന്നാലും അത് കാണാണ്ടാണ്, നല്ല രസമായി പോട്ടെ. കടിക്കുന്നുണ്ടോ? ഐഷ് നേരത്തേക്കാൾ കളർ മാറിയില്ലേ. ഇത് വാലിങ്ങനെ ചുരുട്ടി വെക്കട്ടോ, നല്ല രസമാണ് കാണാൻ. ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ വായി തുറക്കുന്നതാ. നോക്കുന്നുണ്ടല്ലേ, കോട്ട് ഔട്ട്. ആ